എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുക വേണം കേട്ടോ. രാവിലെ തന്നെ നല്ല പരിപാടിയായിട്ട് കിട്ടിയേക്കണത്. നമ്മൾ കുറച്ച് ചക്ക വെട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചക്കയും കൊണ്ട് ചക്ക വറവാണ്, ചക്ക വറക്കൽ. നമ്മൾ മഴയത്തിരുന്നപ്പോഴേ കുറച്ച് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഴയത്ത് ഫുള്ള് തീർന്നു. ഇനി അടുത്ത മഴയത്ത് കുറയ്ക്കാൻ വേണ്ടിയുള്ളതൊന്ന് വറുത്ത് വയ്ക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. നല്ല മുളങ്ങീനായിട്ടാണ്. അപ്പം എല്ലാവരെയും പറഞ്ഞ ശേഷം സ്വസ്ഥമായിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യണം. ഇതെല്ലാം വേഗം ഒന്ന് ചെയ്തെടുക്കാം. കാരണം വെട്ടാനും പെറുക്കാനും ഇത് അരിഞ്ഞെടുക്കാനൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പണിയെല്ലാം നേരത്തെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നേ കുട്ടിയെല്ലാം ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ചക്കയൊക്കെ മഴയത്ത് കാറ്റത്ത് ഇഷ്ടമാതിരി പോയാണ്. ഫുള്ള് ചാടി, പ്ലാവ് ഓടിഞ്ഞ് ചക്ക ചാടിപ്പോയി, അങ്ങനെ ഒത്തിരി പോയാണ് കേട്ടോ. നമുക്ക് എല്ലാ ചക്കയും അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. ഇവിടെ എല്ലാം മറക്കാൻ നല്ലതല്ല. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. അതേ ചക്കവെട്ടമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഞാൻ ചക്ക പെറുക്കാൻ ആരംഭിക്കും കേട്ടോ. ഏകദേശം ഒരു ഉച്ചയായിട്ടോ. ഉച്ചയെന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞു. ഇനി എപ്പോൾ തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ എഡ്വിനൊക്കെ ഉള്ളപ്പോൾ അവരെനിക്ക് ചവണിയും കളഞ്ഞ് കുരുവും കളഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ ഒന്ന് കീറി എടുത്താൽ മതിയായിരുന്നു. ഇത് തന്നെ എല്ലാം ചെയ്ത് വരുമേ. എന്തായാലും തുടങ്ങിയതല്ലേ, അപ്പോൾ അത് തീർക്കണം. ഒരു നേരം വീഡിയോ ഒക്കെ ഇടയ്ക്ക് എടുത്തുകൊണ്ടിരുന്നാലേ നമ്മുടെ സമയം പോകും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാം. അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ അതിന് പോകും. ഞാൻ ചക്ക വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഫുൾ കാണിക്കേണ്ടത് കയ്യിൽ മൊത്തം ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പാത്രം പെറുക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ അരിഞ്ഞ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ബാക്കി പെറുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. കാരണം ഇത് വറന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞുകൊണ്ട് ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണ്ടേ. അപ്പോൾ ഇത് ഞാൻ പെറുക്കി ചക്കയായിട്ട് നിലത്തേക്ക് ഇരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ ഞെട്ട് പാലിച്ച് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇച്ചിരി വെട്ടിപ്പ് തന്നെ ഇത്തിരി കൂടുതൽ കട്ട് ചെയ്താട്ടോ വെട്ടിയത്. അപ്പോൾ അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരേ അളവിന് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വറന്ന് കിട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ 2 ചക്ക വെട്ടിപ്പ് ഓർത്തു, അയ്യോ ഇത് തന്നെ ചെയ്ത് തീർക്കുമെന്ന്. പിന്നെ തീർക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കണം. ഞാൻ ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞാൽ അത് തീരും. പിന്നെ നമ്മൾ സംശയിച്ച് നിന്നാൽ നടക്കില്ല കേട്ടോ. നമ്മളൊരു കാര്യം എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യുമോ എന്ന് ഓർത്താൽ പിന്നെ കാര്യം നടക്കില്ല. ഞാൻ ചെയ്യുമെന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും കേട്ടോ. ഞാനതുകൊണ്ട് ആദ്യം തന്നെ ഇത്രയും ചക്ക അങ്ങ് വെട്ടി. ഞാൻ ചെയ്ത് തീരുമല്ലോ, അങ്ങനെ ഒരു ഡൗട്ടില്ല. ചെയ്ത് തീർക്കണം. കാരണം ആദ്യം ഇങ്ങനെ ഇങ്ങനെ പെറുക്കിയതൊന്ന് അരിഞ്ഞ് നമ്മൾ ആദ്യത്തെ ഇത് അടുപ്പേ വെക്കില്ലേ, വെച്ചിട്ട് അത് ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊക്കെ ഇടുമ്പോഴത്തേക്കും ഒന്ന് കോരിയിട്ട് അടുത്തത് ഇടില്ലേ, അടുത്ത് ഇടുമ്പോഴത്തേക്കും പെട്ടെന്നായി കിട്ടും. നമ്മുടെ ഞാൻ സാധാരണ ഉരുളിയിലാട്ടോ വയ്ക്കണം. അപ്പോൾ ഉരുളിയൊക്കെ പെട്ടെന്ന് ചൂടാകുമ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ഇത്തിരി ഒരു ചൂടായി വരുമ്പോഴത്തേക്കും ഒരു താമസവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ രണ്ടാമത്തെ ആകുമ്പോൾ പെട്ടെന്ന് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മളും കാരണം അടുത്ത ഇടണമെങ്കിൽ നമ്മളിത് റെഡിയാക്കി എടുത്താലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും സ്പീഡും കൂടെ കൂട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരും. നമ്മളെല്ലാം പെറുക്കി അരിഞ്ഞ് വെച്ചിട്ട് നോക്കിയാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ അത്രയും മാക്സിമം ശ്രമിച്ചാലാണ് ഇത് ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇടാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ ചെയ്യണേ. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യണം. ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യില്ല. ആ സമയം ഉണ്ടല്ലോ തീർന്നിട്ട് മതിയല്ലോ. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ ഇത് നമ്മൾ അടുത്ത് പെറുക്കി വെച്ചാലാണ് നമ്മൾ അത് കഴിഞ്ഞ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡ് ചെയ്യും. അങ്ങനെ എൻ്റെ പരിപാടി പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴേ നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് വേറെ ആരും ഹെൽപ്പിനില്ലല്ലോ
നമ്മൾ തന്നെ ഇപ്പം എത്ര നേരം വെച്ചുകൊണ്ടിരുന്നാലും തന്നെ അങ്ങ് ചെയ്യണം. അപ്പം അങ്ങനെ വെക്കാൻ തോന്നില്ല. കാരണം പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഏറ്റവും നേരത്തെ അങ്ങനെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇതിങ്ങനെ അരിയാനിരിക്കുന്നതിന് മുമ്പ് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഉരുളി തീ കത്തിച്ച് ഉരുളി അടുപ്പ് വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളിയും ചൂടായി എണ്ണയും ചൂടായൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിത് അരിഞ്ഞ് കഴിയും. അപ്പോൾ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീ കത്തിച്ചിട്ടാണ് ഞാൻ ഇത് അരിയാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇത്രയും അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ കണ്ടോ തിളച്ച് പാകമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമഞ്ഞൾ ഇടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ചക്ക അങ്ങോട്ട് കൊടുക്കുക. ചക്ക ഇടുമ്പോൾ സൂക്ഷിക്കണം. എണ്ണ ഒത്തിരി എണ്ണയൊക്കെ ഉള്ളത് വലിയ പാത്രമൊക്കെ ആണെങ്കിലേ എണ്ണ ഞങ്ങൾ ഒറ്റ ഇടലിട്ടാൽ പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്ന് തിളച്ച് ചാടും. അതാ ഞാൻ ജസ്റ്റ് എണ്ണയിലേക്കെല്ലാം ഒന്ന് മുക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തീ കത്തിക്കുക. ഇപ്പം ഇളക്കോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പം നമ്മുടെ ചക്കയൊക്കെ കണ്ടോ കിലുകിലാന്ന് കേൾക്കണ ഒരു പരുവായേ. ഇനിയാണ് ഞാൻ ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ആവശ്യത്തിനങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ആദ്യത്തെ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കോരി എടുക്കുവാണ്. മഞ്ഞ കഷ്ണം കിടക്കണേ കേട്ടോ. നമ്മൾ ആ മഞ്ഞൾ ഇടിച്ചിട്ടതിൻ്റെ ചക്ക വറുത്തത് തീർന്നിട്ടില്ല കേട്ടോ. ഞാനിത് ചൂടൊക്കെ ആറിയതൊന്ന് പിന്നിലേക്കൊന്ന് എടുത്ത് വെക്കാൻ വേണ്ടി വറുത്തുകൊണ്ടിരിക്കും. ഇനിയുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചക്ക വറുക്കലും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.